ടെക്നിക്കൽ സ്റ്റോക്കുകൾ അണ്ടർ പെർഫോം ചെയ്തതുമൂലം കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിന് തുടക്കത്തിൽ ലഭിച്ച നേട്ടം നിലനിർത്താനായില്ല. അമേരിക്കൻ ഇൻഡെക്സുകൾ കഴിഞ്ഞ ദിവസം ഫ്ലാറ്റ് പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. നാസ്ഡാക്ക് 0.30% ഉയർന്നും S&P 0.09% ഉയർന്നും ഡോ ജോൺസ് 0.06% ഉയർന്നുമാണ് ക്ലോസിംഗ് നൽകിയത്. യൂറോപ്യൻ മാർക്കറ്റിൽ യൂറോപ്യൻ ഇൻഡെക്സുകളായ ഫട്സയും CACയും ഡൗൺ സൈഡിൽ ക്ലോസിംഗ് നൽകി. CAC 1% ഇടിയുകയും ഫട്സെ 0.5% ഇടിയുകയും ചെയ്തപ്പോൾ ഡാക്സ് 0.30% ഉയർന്നു. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് ഫ്ലാറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയെങ്കിലും അമേരിക്കയുടെ പേഴ്സണൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ വെള്ളിയാഴ്ച പുറത്തു വരാനിരിക്കെ ഇൻവെസ്റ്റേഴ്സ് ഒരു കോഷ്യസ് അപ്രോച്ചാണ് നിലനിർത്തുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റ് 24,000 എന്ന മാർക്ക് മറികടക്കുകയും ഇൻഡെക്സ് 24,044 പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 7,658 കോടിയുടെ ബൈയിങ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 3,605 കോടിയുടെ സെല്ലിംഗ് നടത്തി. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഇന്ന് 3 സ്റ്റോക്കുകളിൽ പ്രൊമോട്ടർ ഡിസ്കൗണ്ട് റേറ്റിൽ സ്റ്റേക്ക് ഓഫ് ലോഡിംഗ് നടത്തുകയാണ്. ഒന്നാമത്തേത് HCL ടെക്. HCL ടെക്കിൻ്റെ 0.46% ഇക്വിറ്റി ഷെയറുകൾ ബ്ലോക്ക് ഡീൽ വഴി പ്രൊമോട്ടർ സെൽ ചെയ്യുന്നു. 1,414 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിസ്കൗണ്ട് റേറ്റിൽ, അതായത് 2.75% ഡിസ്കൗണ്ടോടുകൂടിയാണ് ഓഫ് ലോഡിംഗ് നടത്തുന്നത്. 1,757 കോടി രൂപയുടെ ഫണ്ടാണ് ഇതുവഴി റൈസ് ചെയ്യുന്നത്. പോളിക്യാബ് ഇന്ത്യ എന്ന കമ്പനിയുടെ പ്രൊമോട്ടർ പോളിക്യാബിൻ്റെ 2.04% സ്റ്റേക്കുകൾ $287 മില്യൺ ഓഫ് ലോഡ് ചെയ്യുന്നുണ്ട്. 5% ഡിസ്കൗണ്ടോടുകൂടിയാണ് പോളിക്യാബ് അതിൻ്റെ സ്റ്റേക്ക് സെല്ലിംഗ് നടത്തുന്നത്. സാംഹി ഹോട്ടൽസിൽ GTI ക്യാപിറ്റൽ ആൽഫ എന്ന കമ്പനി 3% സ്റ്റേക്കുകൾ ഡിസ്കൗണ്ട് പ്രൈസിൽ ഓഫ് ലോഡ് ചെയ്യുന്നു. 187 രൂപ എന്ന ഫ്ലോർ പ്രൈസിൽ 120 കോടി രൂപയുടെ ഫണ്ട് റൈസാണ് GTI ക്യാപിറ്റൽ ആൽഫ നടത്തുന്നത്. KPI ഗ്രീൻ എനർജി എന്ന കമ്പനിക്ക് 686 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചു. ഗുജറാത്തിൽ സോളാർ ഫോട്ടോ വോൾട്ടായിക് പവർ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഓർഡറാണ് KPI ഗ്രീൻ എനർജി എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. JSW ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിക്ക് ഗതിശക്തി മൾട്ടി മോഡ് കാർഗോ ടെർമിനൽ ചെന്നൈയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. RBL ബാങ്ക് 3,500 കോടി രൂപ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ് വഴി ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചു. റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ടെലിഫോൺ വിങ്ങായ റിലയൻസ് ജിയോ അതിൻ്റെ ടെലിഫോൺ താരിഫ് നിരക്കുകൾ ഉയർത്തിയിട്ടുണ്ട്. 189 രൂപയുടെ 2 GB പെർ മന്ത് പ്ലാനിനെ 189 രൂപയിലേക്കും 2,999 രൂപയുടെ ആനുവൽ പ്ലാനിനെ 3,599 രൂപയിലേക്കുമാണ് ഉയർത്തിയിരിക്കുന്നത്. പുതിയ നിരക്ക് വർധനവ് ജൂലൈ 3 മുതലായിരിക്കും പ്രാബല്യത്തിൽ വരിക. കമ്പനികളുടെ ആവറേജ് റവന്യൂ, ടെലിഫോൺ കമ്പനികൾ അവരുടെ നിരക്ക് ഉയർത്തുകയാണെങ്കിൽ ആവറേജ് റവന്യൂ പെർ യൂസർ ഉയരാനും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനിക്ക് ബെനിഫിറ്റ് ആകാനും സാധ്യതയുണ്ട്. ഇത് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിൽ ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് വരുത്തിയേക്കാം. AU സ്മാൾ ഫിനാൻസ് ബാങ്ക് 5,000 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചു. ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ് വഴിയുള്ള ഫണ്ട് റൈസാണ് AU സ്മാൾ ഫിനാൻസ് ബാങ്ക് നടത്തുക. അംബുജ സിമെൻറ്റും അദാനി എൻ്റർപ്രൈസസിൻ്റെ സബ്സിഡറി കമ്പനിയായ അദാനി സിമെൻറ്റേഷനും തമ്മിലുള്ള മെർജിങ്ങിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവൽ നൽകി. ഇതുവഴി അംബുജ സിമെൻറ്റിൻ്റെ 8.7 മില്യൺ ഷെയറുകളായിരിക്കും അദാനി എൻ്റർപ്രൈസസിന് ലഭിക്കുക. RVNL എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഫോക്കസ് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ ദിവസം 186 കോടി രൂപയുടെ ഓർഡർ സതേൺ റെയിൽവേയിൽ നിന്നും ലഭിച്ചെങ്കിൽ RVNL എന്ന കമ്പനി ഇന്ന് കഴിഞ്ഞ ദിവസം മിഡിൽ ഈസ്റ്റിൽ ഒരു കോൺട്രാക്റ്റിംഗ് LLC കമ്പനി ആരംഭിക്കുന്നു എന്നുള്ളതാണ് RVNLനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. CSB ബാങ്കിൽ കമ്പനിയുടെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററായ മൗറീഷ്യസ് ഇൻവെസ്റ്റ്മെൻറ്റ് 9.7% സ്റ്റേക്കുകൾ സെൽ ചെയ്തു. 382 രൂപ പെർ ഷെയർ എന്ന റേറ്റിലുള്ള സെല്ലിംഗ് ആണ് നടത്തിയത്. സ്റ്റാൻലി ലൈഫ് സ്റ്റൈൽ എന്ന കമ്പനിയുടെ ലിസ്റ്റിംഗ് ഇന്നത്തെ ദിവസമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.